ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വ്യത്യസ്തമായ 4 തരം പുട്ടാണ്. ഇതിൽ മുട്ട കൊണ്ടുള്ളൊരു മസാല പുട്ടുണ്ട്, ഓട്സ് പുട്ടുണ്ട്, റേഷൻ അരി കൊണ്ടുള്ളൊരു പുട്ടുണ്ട്, ഗോതമ്പ് പുട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് മുട്ട കൊണ്ടുള്ള പുട്ടാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, ഞാൻ പ്രത്യേകമായിട്ട് കാണിക്കുന്നില്ല. പുട്ടിൻ്റെ പൊടി സാധാരണ ഞാനിപ്പോൾ 2 കുറ്റി പുട്ടിന് വേണ്ടിയിട്ടാണ്. ഇത് സവാളയാണ്. അതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി, അതുപോലെ ഒരു പച്ചമുളക്. ഒരുപാടൊന്നും വേണ്ട, നമ്മൾ ഫില്ലിങ് മാത്രമല്ലേ, പുട്ടിൻ്റെ പൊടി വേറെ ഉണ്ടല്ലോ. പിന്നെ 2 മുട്ട പുഴുങ്ങിയിട്ട് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. എത്ര വലിയ കഷ്ണമാക്കണമെന്ന് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയിലാണ് ചെയ്യണത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തു. സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്യാണ് നല്ലത്. നമ്മൾ ബിരിയാണിക്കൊന്നും ചെയ്യണ പോലെ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുട്ടുകുറ്റിയിലാവുമ്പോൾ അത് പുറത്തേക്ക് ഇങ്ങനെ കുറച്ച് റിസ്ക്കാണ്. അത് കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല, കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ടാണ് ചോപ്പ് ചെയ്തത്. എന്നാൽ പിന്നെ വേവുമ്പോൾ അങ്ങ് അലിഞ്ഞു പോയിക്കോളും. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുകയാണ്. പുട്ടുപൊടിയിൽ നമ്മൾ അതിലുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. 2 കുറ്റി പുട്ടിലേക്ക് ഞാൻ 2 മുട്ട എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ പിന്നെ മസാലയൊക്കെയാണല്ലോ കൂടുതലുള്ളത്, അപ്പോൾ അത് മതി. ഇനിയിപ്പോൾ മുട്ട അത്രയും കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ 2-3 മുട്ടയൊക്കെ ആക്കാം കേട്ടോ. അപ്പോൾ ഒരു കുറ്റി പുട്ടിൽ ഒരു 1.5 മുട്ടയൊക്കെ വരും. ഇത് അത്യാവശ്യം വലിയ മുട്ടയാണ്. ഒരുവിധം വാടി വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് 1 ടീസ്പൂൺ. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. പേസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതങ്ങ് ഒരുപാട് വേവണം എന്നില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. കാരണം നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പം പുട്ടിൻ്റെ കൂടെ ഇതൊന്നും കൂടി വേവുമല്ലോ. അപ്പോൾ പിന്നെ ഒരുപാട് സമയം വല്ലാതെ വഴറ്റണമെന്നൊന്നുമില്ല. എല്ലാം ജസ്റ്റ് ഒന്ന് വേവണം, അത്രയേ ഉള്ളൂ. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം. തക്കാളി നമ്മൾ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പില കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം. അതുപോലെ മുളകും അങ്ങനെ തന്നെ, പച്ചമുളക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇടാം. നമ്മൾ വേറെ കറിയൊന്നും ഇതിലേക്ക് ഉണ്ടാക്കുന്നില്ല. കറിയൊന്നും വേണമെന്നില്ല, കാരണം ഈ മസാല ചേർത്ത് തന്നെ ചൂടോടെ പുട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തപ്പോഴോ അല്ലെങ്കിൽ വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തപ്പോഴോ ട്രൈ ചെയ്യാവുന്നൊരു ഐറ്റം. ഒരു തക്കാളി, സാമാന്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചാൽ നല്ലതാണ്. തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ വേവും, എന്നാൽ പോലും ഇതിൽ കിടന്നിട്ട് ഒന്ന് വേവട്ടെ. അതിന് വേണ്ടി ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിം ആക്കി. ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ: 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ ഗരം മസാല. കുരുമുളക് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം എരിവിനനുസരിച്ച്. അടച്ചു വെച്ചത് ഞാൻ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞ് അലിഞ്ഞു പോകുമെന്നും വേണമെന്നില്ല. ഇനി നമ്മളതിലേക്ക് പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരുമിച്ച് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണത്, കാരണം നമ്മൾ ഓരോന്നിങ്ങനെ ഇട്ട് കൊടുക്കണ്ട. എല്ലാം കൂടി എന്തായാലും ഒരുമിച്ച് തന്നെയാണല്ലോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് പൊടികളെല്ലാം കൂടി അതിലേക്ക് ഇടുക. അതിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യണത് പോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. പച്ച ടേസ്റ്റൊക്കെ മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റുക. എന്നിട്ട് നമ്മൾ ഉപ്പൊന്ന് നോക്കുക. ഞാൻ നേരത്തെ ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഉപ്പ് നോക്കിയ സമയത്ത് കുറച്ച് കുറവാന്ന് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ മുട്ടയിലേക്കൊക്കെ ഉപ്പ് ഇത്തിരി പിടിക്കുമല്ലോ. ലാസ്റ്റ് നമ്മൾ മുട്ട ഇട്ട് കൊടുത്തു. പുഴുങ്ങിയിട്ട് ഞാൻ ഈ കാണുന്ന വലുപ്പത്തിലാണ് കട്ട് ചെയ്തത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. തീരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ ചിലർ ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തതെന്നേ ഉള്ളൂ. മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം അങ്ങനെ കുത്തി ഇളക്കണ്ട, കാരണം മുട്ടയുടെ മഞ്ഞയൊക്കെ അങ്ങനെ ഉടഞ്ഞു പോവും. ഇനി നമ്മൾ ഫില്ല് ചെയ്യാണ്. ആദ്യം നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് ഒരു ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കണം, വളരെ കുറച്ച് മതി. ഫില്ലിംഗ് ആണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത്.
ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അതൊക്കെ ഞാനിപ്പോൾ ഒരു ഏകദേശം 3 ടീസ്പൂൺ ഫില്ലിംഗ് ഒക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പുട്ടിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ അതും സ്പൂൺ വെച്ചാണ് ഇട്ട് കൊടുത്തത്, കാരണം എല്ലാ കഷ്ണത്തിലും ഒരേ അളവ് തന്നെ വരാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. പക്ഷേ നമ്മൾ ആദ്യം തന്നെ ഫില്ലിംഗ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റീമറിൽ വെക്കുമ്പോൾ, കുക്കറിൻ്റെ മുകളിലാണ് ഞാൻ വെക്കുന്നത്, അപ്പോൾ ഇതിലുള്ള എണ്ണയെല്ലാം അതിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോവും. അതുപോലെ കുക്കറിൻ്റെ പുറത്തേക്കൊക്കെ അതിങ്ങനെ കാണും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും താഴെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തത്. അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ സ്റ്റീം ചെല്ലുമ്പോഴേക്കും അതിങ്ങ് ഇറങ്ങി വരുന്നൊരു പ്രശ്നം ഉണ്ടാവും. ബാക്കിയൊക്കെ പിന്നെ നമ്മൾ ഈ അരിപ്പൊടിയിലേക്കാണ് ഈ മസാല പിടിക്കുക, അപ്പോൾ ആ പ്രശ്നം വരില്ല. ഏറ്റവും താഴെയുള്ളത് ഇതായി പോവും, നമ്മൾ താഴേക്ക് ഒലിച്ചു പോവും. നമ്മൾ 3 കഷ്ണമായിട്ടാണ് പുട്ട് വന്നിട്ടുള്ളത്. ഏറ്റവും മുകളിലും ഫില്ലിംഗ് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ട് നമ്മൾ പുറത്തേക്ക് കുത്തിയെടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. കാരണം ഒരു ബിരിയാണി ദം പൊട്ടിക്കണൊക്കെ ഒരു സ്മെല്ലാണ്. കണ്ടോ, ഈ പൊടിയിലേക്ക് എല്ലാം മസാല ശരിക്കും ചെന്നിട്ടുണ്ട്. അപ്പോൾ 2 കുറ്റി പുട്ടിനുള്ളതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. ഇപ്പോൾ 2ഉം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു തികച്ചും വെറൈറ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. മുട്ടപ്പം നമ്മുടെ മിക്കവാറും വീട്ടിലൊക്കെ അത് കിട്ടാത്തൊരു സംഭവമൊന്നുമല്ല. ചിക്കനോ മീനോ പോലെയൊന്നുമല്ല. ഒരു മുട്ട ഉണ്ടായാലും നമുക്കൊരു കുറ്റി പുട്ടുണ്ടാക്കിയെടുക്കാം. കുറച്ചുകൂടി ഉള്ളിയൊക്കെ ഇട്ടിട്ട് ലാവിഷാക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കുറ്റി പുട്ടിന് ഒരു മുട്ട തന്നെ മതി. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ശരിക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. കുട്ടികളെയൊക്കെ കഴിപ്പിക്കാൻ നല്ലൊരു ഐഡിയ ആണിത്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ട അരി കൊണ്ടുള്ള പുട്ടാണ്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ മട്ട അരി കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചിലർക്കൊന്നും ഒരു ഐഡിയ ഇല്ല. ചോറ് ചിലർക്കൊന്നും ഇഷ്ടമല്ല. പലർക്കും മട്ട അരി കൊണ്ടുള്ള ചോറ് ഇഷ്ടമല്ല. പിന്നെ അതുകൊണ്ട് എന്ത് ചെയ്യും എന്നൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ വറുത്ത് പൊടിച്ച് ശർക്കരയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ അതിലേറെയൊക്കെ ടേസ്റ്റാണ് അടിപൊളി സോഫ്റ്റ് പുട്ടുണ്ടാക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. എത്ര പുട്ട് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ മട്ട അരി തന്നെയാണ്. ഇനിയിപ്പോൾ ഇതല്ല, നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, സാധാ ചോറ് വെക്കുന്ന അരി, കുറുവ അരിയോ ജയ അരിയൊക്കെ ആണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. പക്ഷേ മട്ട അരി ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം വൈകുന്നേരം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. പിറ്റേ ദിവസം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ പച്ചവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഇപ്പോൾ രാവിലെ ഞാൻ വെള്ളമൊക്കെ വാർത്ത് ഇങ്ങനെ ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം വാർത്ത് നമ്മൾ 1 മണിക്കൂർ നേരമെങ്കിലും ഇങ്ങനെ വെക്കണം. എങ്കിൽ 1/2 മണിക്കൂർ എന്തായാലും വെക്കണം. കാരണം ഒട്ടും വെള്ളം ഇങ്ങനെ ഉണ്ടാവരുത് അതിൽ. അരിപ്പയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം മൊത്തം അങ്ങ് വാർന്ന് പോയിക്കോളും. വെള്ളത്തോടെ നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റില്ല, കാരണം ചമ്മന്തി പോലെ അങ്ങ് ചതഞ്ഞു പോവും. അപ്പോൾ വെള്ളം പരമാവധി കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെ ഒരുപാട് അങ്ങനെ ഇട്ട് കൊടുക്കരുത്. ഒരുപാട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടൂല. ഇപ്പോൾ ഇതാ ഞാൻ പൊടിച്ചിട്ടുണ്ട്. പുട്ടിൻ്റെ ഒരു പരുവം എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് തരിതരികൾ ഉണ്ടാവണം. അതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. മിക്സിയിലേക്ക് തന്നെ ഉപ്പിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഒരു ബാച്ച് ഞാൻ പൊടിച്ചു കഴിഞ്ഞു. മിക്സിയിലെ ചെറിയ ജാറിൽ തന്നെ നടക്കുകയുള്ളൂ കേട്ടോ. അത് വലിയ ജാറിൽ അങ്ങനെ പൊടിയൂല. ഞാനിപ്പോൾ ഈ 2ാമത്തെ ബാച്ച് ചെയ്യുമ്പോൾ അതിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഉപ്പ് ഒന്ന് പൊടിഞ്ഞോളും. അതിന് വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല, ഒരുമിച്ച് പൊടിച്ച് കഴിഞ്ഞിട്ടിട്ടാലും മതി. ഇനിയിപ്പോൾ ഞാൻ 2ാമത്തെ ബാച്ചിൽ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ. അതുകൊണ്ട് മൊത്തം പൊടിച്ച് കഴിഞ്ഞിട്ട് കൈ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മാത്രമേ ഉപ്പ് എല്ലായിടത്തേക്കും എത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ബാച്ചിൽ ഉപ്പിട്ടിട്ടുണ്ട്, ഒരു ബാച്ചിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ മിക്സ് ചെയ്യണം. എന്നാലേ ഉപ്പ് എല്ലായിടത്തേക്കും കറക്റ്റായിട്ട് എത്തുള്ളൂ. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ പുട്ടിന് നനച്ച പോലെ തന്നെയാണ്. ഇനി ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പൊടിക്കുമ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇങ്ങനെ അതിന് ശേഷവും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പോൾ കറക്റ്റ് ഒരു പരുവത്തിലാണ് ഉള്ളത്. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും, പുട്ടങ്ങ് കട്ടിയായി പോവും. ഇനി നമ്മളിപ്പോൾ സാധാരണ പുട്ട് എങ്ങനെ ഉണ്ടാക്കുക എല്ലാവർക്കും അറിയാം. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക, എന്നിട്ട് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പ്രത്യേകം ഇതിൽ സൂക്ഷിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ സാധാരണ പുട്ട് ഇപ്പോൾ ആവി വന്നു കഴിഞ്ഞാൽ 1 മിനിറ്റൊക്കെ പിന്നെയും വെച്ചിരുന്നാൽ വേവും. പക്ഷേ ഇത് കുറച്ചധികം സമയം നമ്മൾ വെച്ച് കൊടുക്കണം. കാരണം ചോറ് വെക്കുന്ന അരിയാണ്, അറിയാലോ, നല്ല വേവുണ്ടാവും. പ്രത്യേകിച്ച് മട്ട അരിയൊക്കെ കുറച്ചധികം സമയം തന്നെ കിടന്ന് വേവണം. ഇപ്പോൾ പുട്ടിൻ്റെ പൊടി നമ്മൾ ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, കുറച്ച് തരി ഉണ്ടാവും. ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേവുമ്പോൾ അത് കുറേ അങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ നമ്മൾ അതിനെ കുറച്ച് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം പൊടി അതിൽ കൊള്ളും. അപ്പോൾ സൂക്ഷിക്കേണ്ടത് കുറച്ചധികം സമയം ആവി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ ആവി വന്നോട്ടെ, എന്നിട്ട് പുട്ട് കുത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്തു, പുട്ട് കുറ്റിയിൽ നിറച്ചു, കുക്കറിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് പുട്ട് കുറ്റിയുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ആവി വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലായാലും കുഴപ്പമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് വെക്കാതെ നമ്മുടെ അടിപൊളി സോഫ്റ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ കഴിക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. പ്രത്യേകിച്ച് ഒരു കറിയും വേണമെന്നില്ല, നമ്മൾ വീട്ടിൽ തന്നെ അരി പൊടിച്ചുണ്ടാക്കിയതൊന്നും തോന്നില്ല. നല്ല കിഡ്ലൻ നമ്മുടെ ചെമ്പാവരി പുട്ടൊക്കെ അല്ലേ നമ്മൾ പൊടി വാങ്ങിക്കണേ, അതിനേക്കാളും ടേസ്റ്റാണ്. മാത്രമല്ല നല്ല ഹെൽത്തിയാണ്. നമ്മൾ മട്ട അരിയല്ലേ, വൈറ്റ് റൈസ് അല്ലല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ മിക്സിയിൽ പൊടിച്ചിട്ടുണ്ടാക്കാം. നേരെ മറിച്ച് ഇത് നമ്മൾ മില്ലിലാണ് പൊടിച്ചെടുക്കുന്നതെങ്കിൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. മട്ട അരിയുടെ ചോറ് ഇഷ്ടപ്പെടാത്തവർക്കും ഈ പുട്ട് ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ മട്ട അരി ഇല്ലെങ്കിൽ നമ്മൾ സാധാ ചോറ് വെക്കുന്ന അരി കൊണ്ടും ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോണത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ ഗോതമ്പ് പുട്ട് മിക്കവർക്കും തന്നെ ഇഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസിനൊക്കെ ഗോതമ്പ് പുട്ട് വേണം. പക്ഷേ അത് സോഫ്റ്റ് അല്ലാത്തത് കൊണ്ട് ആർക്കും അങ്ങനെ കഴിക്കാൻ മടിയാണ്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന അടിപൊളി ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ ഒരു ടെക്നിക്കുണ്ട്. അത് എങ്ങനെയെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈസിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അളവുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1/2 കപ്പ് വെള്ളം, 2 കപ്പ് ഗോതമ്പ് പൊടി. 2 കപ്പ് ഗോതമ്പ് പൊടിയാണെങ്കിൽ 1/2 കപ്പ് വെള്ളം എടുക്കുക. എന്നിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്നത് പോലെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന ആട്ടപ്പൊടി ആയാലും കുഴപ്പമില്ല, വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്ന ഗോതമ്പ് പൊടിയായാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. 2 കപ്പ് ഇട്ട് കൊടുക്കുക. ഉടനെ തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്നത് പോലെ ഇതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് പൊടി നനഞ്ഞതും കുറച്ച് പൊടി നനയാത്തതും അങ്ങനെയൊക്കെ ഉണ്ടാവും, പ്രശ്നമാക്കണ്ട. അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ഇനി 10 മിനിറ്റ് കഴിഞ്ഞു. തുറന്നതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം മാത്രം നമ്മൾ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. ഒരുപാട് സമയം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കരുത്, ജസ്റ്റ് ഒരൊറ്റ കറക്കം. ഇതാ കണ്ടോ, ഇതുപോലെ മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ഇന്ന് കറക്കിയെടുത്താൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. കുറച്ച് പൊടി നനഞ്ഞതും കുറച്ച് പൊടി നനയാത്തതും ഒക്കെ കൂടി എല്ലാം കൂടി ഇങ്ങനെ മിക്സായി ഇങ്ങനെ ആയി വരും. അപ്പം നമുക്ക് ഈസിയാണ്. പൊടി ഇങ്ങനെ നനച്ച് കൈ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കേണ്ട ഒരാവശ്യമില്ല. ഇതുപോലെ ചെയ്താൽ മതി. മാത്രമല്ല പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതുപോലെ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കുന്ന സമയത്ത് പുറത്തേക്ക് എടുത്താൽ മതി. ഞാനിപ്പോൾ അതെല്ലാം അങ്ങനെ ബാച്ചായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു അടപ്പുള്ള ബോക്സിലേക്കാണ് ആക്കി വെക്കുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മൾ പുട്ടിൻ്റെ പൊടി കൈ വെച്ചിട്ട് ഇങ്ങനെ നനച്ചെടുത്താലും തിളച്ച വെള്ളം ഒഴിച്ച് നനച്ചാലും ഒന്നും ഇത്ര പെർഫെക്ഷൻ കിട്ടൂല. അപ്പോൾ ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പുട്ട് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് അങ്ങ് കോരിയിട്ട് പെട്ടെന്ന് പുട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഒരു പുട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് എടുത്തൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് പുട്ടുണ്ടാക്കിയാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. നല്ല ആവി പറക്കുന്ന പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പുട്ട് സോഫ്റ്റ് ആവാൻ ഈ ഐഡിയ ഒന്ന് പ്രയോഗിച്ച് നോക്കുക. ഗോതമ്പ് പുട്ടിന് മാത്രമല്ല കേട്ടോ, നമ്മൾ പത്തിരിപ്പൊടി കൊണ്ടൊക്കെ പുട്ടുണ്ടാക്കൂലേ, പുട്ടുപൊടി അല്ലാതെ പത്തിരിപ്പൊടി കൊണ്ടൊക്കെ പുട്ടുണ്ടാക്കുമ്പോഴും ഈ സെയിം തന്നെ ഈ ഐഡിയ തന്നെ പ്രയോഗിക്കാം. നല്ല അടിപൊളി ഒരു ഐഡിയ ആണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ നമ്മൾക്ക് കറി അതുപോലെ ചായ പപ്പടം ചിലർക്ക് ഇഷ്ടം പയറുകറി ആയിരിക്കും, ചിലർക്ക് കടലക്കറി ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ എന്താണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് വെച്ച് കഴിക്കാം. ഏറ്റവും വലിയൊരു പ്രത്യേകത രാവിലെ ഉണ്ടാക്കി വെച്ചാലും വൈകുന്നേരം വരെ ഈ സോഫ്റ്റ്നെസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ട്രൈ ചെയ്ത്. ഇനി അടുത്ത റെസിപ്പി ഓട്സ് കൊണ്ടുള്ള പുട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഓട്സ് വെച്ചിട്ട് സാധാരണ നമ്മൾ പാലിൽ കലക്കി കുടിക്കുക ചെയ്യുക. പക്ഷേ ഇതിൻ്റെ മുമ്പ് നമ്മളൊരു ഓട്സിൻ്റെ സ്മൂത്തി ഉണ്ടാക്കിയിരുന്നു. ഇത് അതിലേറെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. കഴിച്ചു നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഓട്സ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നേ തോന്നില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിപ്പോൾ 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. നോർമൽ ഓട്സാണ് കേട്ടോ, അത് പ്രത്യേകതകളൊന്നുമില്ല, സാധാരണ ഓട്സ്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് 2 ബാച്ചായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. പുട്ടല്ലേന്ന് വിചാരിച്ചിട്ട് തരിതരിയൊന്നും വേണ്ട, നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പം ഞാനൊരു ബാച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ബാച്ച് ഇതാ പൊടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കളയുക. അതിനുശേഷം ഇതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. സാധാ വെള്ളമാണ്, പച്ചവെള്ളമാണ്. കുറേശ്ശെ ഒഴിച്ചിട്ട് പുട്ടിന് പൊടി നനയ്ക്കണ പോലെ നനയ്ക്കുക. പക്ഷേ നമ്മൾ പുട്ടുപൊടി നനയ്ക്കണ അത്ര എളുപ്പമല്ല ഇത്. കയ്യിലിങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കും. ചപ്പാത്തിക്കൊക്കെ കുഴക്കണത് പോലെ ഇങ്ങനെ നമ്മൾ പുട്ടുപൊടി നനയ്ക്കുമ്പോൾ അത് വിടർന്ന് അങ്ങനെ പോവുമല്ലോ, വെറിട്ട് പോവും. ഇതിങ്ങനെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും, നല്ല ബുദ്ധിമുട്ടാണ്. മൈദ കുഴക്കണ പോലെ തോന്നും, നല്ല പശയുള്ളൊരു സംഭവമായതുകൊണ്ട്. അപ്പോൾ സൂക്ഷിച്ച് കുഴയ്ക്കുക. ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റും നമുക്ക്. ആ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഞാൻ കാണിക്കാം, കണ്ടോ, ഇതുപോലെ അങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റും. അതുപോലെ അങ്ങ് പൊട്ടിച്ചിടാനും പറ്റും. അത്യാവശ്യം എല്ലാ സ്ഥലത്തുനിന്നും നനയണം. നനയാത്ത പൊടി അധികം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മളിനി ഇത് നേരിട്ട് പുട്ടുകുറ്റിയിലിട്ടിട്ട് വേവിക്കാനുള്ളതാണല്ലോ. അപ്പോൾ എല്ലായിടത്തും എത്തിത്തക്ക രീതിയിൽ നനച്ചതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഈ വലിയ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും പുട്ട് ഉണ്ടാക്കാനാണ് നമ്മൾ പുട്ടിന് പൊടി നനച്ചതുപോലെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നനഞ്ഞിരിക്കുന്നുണ്ട്, ആ സെയിം ടൈം കട്ടകളൊന്നും കാര്യമായിട്ടില്ല. ഇനിയിപ്പോൾ കട്ടകൾ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം നമ്മുടെ ഈ മിക്സിയുടെ ജാറിൻ്റെ അടിയിൽ പെട്ടുപോയിട്ട് ഉണ്ടായ കട്ടകളാണ്. അത് കൈ വെച്ചിട്ട് തന്നെ വെറുതെ ഒന്നങ്ങ് പൊടിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് അടുത്ത ബാച്ചും പൊടിച്ചു വന്നിട്ടുണ്ട്. ഒന്ന് മിക്സിയിലിട്ട് ഒരുപാട് സമയം അരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഈ കാണുന്ന കട്ടകളൊന്നും നമ്മൾ കൈകൊണ്ട് പൊടിച്ചില്ലെങ്കിലൊരു കുഴപ്പമില്ല. നേരെ പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുത്താലും അത് കട്ടയായിട്ട് കിടക്കുകയൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ കൈകൊണ്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് എത്തിക്കോട്ടെ. ഇനി നമുക്ക് ഒന്നുമില്ല, സാധാരണ നമ്മൾ പുട്ട് എങ്ങനെ ഉണ്ടാക്കുക, പുട്ടുകുറ്റിയിൽ തേങ്ങയും പുട്ടും കൂടി നിറച്ചെടുക്കുക. സാധാരണ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുമ്പോൾ ഈ തേങ്ങയുടെ കൂടെ ക്യാരറ്റ് കുറച്ച് ഇട്ട് കൊടുക്കും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആവുമല്ലോ. ഓട്സ് അതുപോലെ ക്യാരറ്റ് ഇതെല്ലാം കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയും തോന്നും. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇതാ പുട്ടിന് ആവി വന്നു. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ആവി വന്ന ഉടനെ നമ്മൾ ഓഫ് ചെയ്യരുത്. ആവി വന്നാൽ ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 7-8 മിനിറ്റെങ്കിലും ആവി ഇതുപോലെ വന്നുകൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മളിതാ പുട്ട് പ്ലേറ്റിലേക്ക് ആക്കി കഴിഞ്ഞു. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്, കട്ടകളൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളി പുട്ട്, ആവി പറക്കുന്ന പുട്ടാണ്. കടലക്കറിയോ എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു കറിയില്ലെങ്കിലും ചായയുടെ കൂടെ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്